ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? പൊന്നാനിയിലെ രൂക്ഷമായ കടലാക്രമണം സംബന്ധിച്ച് നിയമസഭയിൽ പി നന്ദകുമാർ MLA സബ്മിഷൻ അവതരിപ്പിച്ചു. കേരളത്തിലെ കടലോരങ്ങളിലെ രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ് പൊന്നാനി. ഹോട്ട്സ്പോട്ടായി അംഗീകരിച്ച പൊന്നാനിയിൽ ഇപ്പോൾ ഉണ്ടായ കടൽക്ഷോഭം കാരണം പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ മുറിഞ്ഞഴി, അലിയാർപള്ളി, ഹിജർപള്ളി, പുതുപൊന്നാനി എന്നിവിടങ്ങളിൽ രൂക്ഷമായ രൂപത്തിലേക്കുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പുറമെ പെരുമ്പടുപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടിയിലെ കാപ്പിനിക്കാട്, ആസ്പത്രി ബീച്ച്, കടപ്പുറം ജുമാ മസ്ജിദ്, അജ്മീർ പള്ളി, വെളിയങ്കോട് പഞ്ചായത്തിലെ തണ്ണിത്തുറ, പത്തുമുറി മേഖലകളിലും ശക്തമായ കടലാക്രമണം ഉണ്ടായി. 13 കുടുംബങ്ങളെയാണ് സർ മാറ്റി താമസിച്ചത്. പള്ളികളടക്കമുള്ള മതസ്ഥാപനങ്ങളും പല വീടുകളും ഇപ്പോഴും ഭീഷണിയിലാണ്. 2017 ഓഖി, 2017 സൈക്ലോൺ, 2019 2019 നവംബറിലെയും സൈക്ലോൺ, 2021 വീണ്ടും കടലാക്രമണം എന്നിവയ്ക്ക് വിധേയമായിട്ടുള്ള പ്രദേശമാണ് പൊന്നാനി. ഈ രൂക്ഷമായ കടലാക്രമണത്തിന് ഫലമായിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും താൽക്കാലികമായ ആശ്വാസം നൽകുന്നതിന് ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ കഴിയുന്നില്ല. സർ, 25/1/2022 AS കിട്ടിയ 11 കോടി രൂപയുടെ പ്രവൃത്തിക്ക് TS കിട്ടിയത് 1/4/2023 ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് 8 മാസമായിട്ടും മഴക്കാലത്തിന് മുമ്പേ തീർക്കേണ്ട പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഗൗരവക്കുറവുകൊണ്ട് മാത്രമാണ്. ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണവും അടിയന്തരമായി ചെയ്യേണ്ട 2 പ്രവൃത്തികളും ഉടനെ ചെയ്തില്ലെങ്കിൽ വലിയ രൂപത്തിലേക്കുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹോട്ട്സ്പോട്ടായ പൊന്നാനിയിൽ കടലാക്രമണത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ട്രട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തി കൊണ്ട് മാത്രമേ കഴിയൂ. സർ, ഇതിനു പുറമെ തൊട്ട സ്ഥലമായ ചാവക്കാട്, കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ രൂപത്തിലെ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരായ കടലോട് താമസിക്കുന്ന ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ സബ്മിഷൻ. മിനിസ്റ്റർ, നമ്മുടെ തീരദേശത്തെല്ലാം തന്നെയും കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു ഘട്ടവും കൂടിയാണ്. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കാപ്പിരിക്കാട്, അജ്മീർ നഗർ, പാലപ്പെട്ടി അമ്പലം, ബീച്ച് റോഡ്, പാലപ്പെട്ടി എന്നീ പ്രദേശങ്ങളിലും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തണ്ണിത്തുറ, പത്തുമുറി പ്രദേശങ്ങളിലും വളരെ ശക്തമായ കടലാക്രമണം നേരിടുന്നുണ്ട്. പാലപ്പെട്ടി അമ്പലം ബീച്ച് റോഡ് ഭാഗത്തുള്ള 3 വീടുകളിലേക്ക് ശക്തമായ വെള്ളം കയറുകയും അവരെ മാറ്റി താമസിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുമുണ്ട്. പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളായ മുറിഞ്ഞഴി, MES കോളേജിന് പുറകുവശം എന്നീ സ്ഥലങ്ങളിൽ വളരെ ശക്തമായ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്. പെരുമ്പടപ്പ്, വെളിയങ്കോട് പ്രദേശങ്ങളിൽ ശക്തമായ തോതിൽ കടൽവെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. നിലവിൽ വാർഷിക പദ്ധതി 2021-22 അനുവദിച്ച 10 കോടി രൂപയുടെ പ്രവർത്തികൾ നടന്നുവരുന്നു. ഈ പ്രവൃത്തിയിൽ പാലപ്പെട്ടി ജമാ മസ്ജിദിന് സമീപം 250 മീറ്ററും വെളിയങ്കോട് തണ്ണിത്തറ പ്രദേശത്ത് 234 മീറ്ററും പൊന്നാനി മരക്കടവ് പ്രദേശത്ത് 600 മീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മാണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ പൊന്നാനി മരക്കടവ് പ്രദേശത്ത് പ്രവൃത്തി തുടങ്ങുകയും ഏകദേശം 170 മീറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രദേശത്ത് കഴിഞ്ഞ 2 മൺസൂൺ സമയത്തും വളരെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിട്ടുള്ളതും ഇനിയും കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ MES കോളേജിന് പുറകുവശത്തായി മുറിഞ്ഞഴി പ്രദേശത്ത് 105 ലക്ഷം രൂപയുടെ പ്രവർത്തികൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് ആവശ്യമായ നിലയിൽ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് തുടർന്ന് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ NCCR റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭ്യമാകുന്ന മുറയ്ക്ക് പെട്ടെന്ന് വളരെ ദ്രുതഗതിയിൽ തന്നെ പൊന്നാനിയിലെ കാര്യവും ഹോട്ട്സ്പോട്ട് ഏരിയ എന്ന നിലയിൽ പരിഗണിക്കാൻ സാധിക്കും. കൊടുങ്ങല്ലൂരിലെ കയ്പമംഗലം, കപ്പാട്, തലശ്ശേരി, വെളിയപറമ്പ് ഇത്തരം സ്ഥലങ്ങളിൽ NCCR റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു.